ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ മാവേലിക്കര പടിയോല സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അഹദുള്ള ബാവയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലങ്കര സഭ വൈദേശിക മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്നും സ്വതന്ത്ര വ്യക്തിത്വം നിലനിർത്തുമെന്നുമായിരുന്നു മാവേലിക്കര പടിയോലയിലെ പ്രഖ്യാപനം. മാവേലിക്കരയും പടിയോലയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പടിയോല ചിത്രങ്ങളുടെ അനാച്ഛാദനവും രമേശ് ചെന്നിത്തല MLA നിർവഹിച്ചു. കൂനം കുരിശ് സത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ മാവേലിക്കരയിലേത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മലങ്കരയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുക, മലങ്കരയുടെ ഭരണാധികാരിയായ മെട്രോപൊളിറ്റന്റെ അധീശത്വം അംഗീകരിക്കുക എന്നുള്ള ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് അന്നിവിടെ ഉണ്ടായത്. അതിന്റെ ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മുഹൂർത്തം ചരിത്രത്തിന്റെ അവിസ്മരണീയമായ ഒന്നായി മാറുന്നു എന്നുള്ള കാര്യം. മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ പങ്കെടുത്തു. പത്മനാഭസ്വാമി ക്ഷേത്ര നിലവറയിൽ ക്രിസ്തുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത നാണയം കണ്ടിട്ടുണ്ടെന്ന് അവിട്ടം തിരുനാൾ പറഞ്ഞു. കണക്കെടുപ്പിന് എനിക്ക് അവിടെ പോകാനും ഈ മാധ്യമങ്ങൾ പറയുന്ന പോലത്തെ കാര്യങ്ങളില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനും, അപ്പോൾ അത് കാണുന്ന കൂട്ടത്തിൽ ഒരു പ്രത്യേകം വളരെ വിലമതിക്കാനാവാത്തൊരു കാര്യം എനിക്ക് കാണാനിടയായി. നമ്മളെ 1340 കോയിൻ ഉണ്ടായിരുന്ന ജീസസ് ക്രൈസ്റ്റിന്റെ പടമായിരുന്നു ആ കോയിനില്. സഭാ ആത്മായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺസ് ഈപ്പൻ, മറ്റു വൈദികർ, സഭാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃദേവാലയത്തിൽ നിന്നും സ്വതന്ത്രമായ 10 ഇടവക പള്ളികളെ ചടങ്ങിൽ ആദരിച്ചു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.